ശ്രീരാം ശ്രീരാം ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണമവഭയദാരുണം ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണമവഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപദ കഞ്ചാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപദ കഞ്ചാരുണം ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണമവഭയദാരുണം ശ്രീരാം ശ്രീരാം. ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഹരിനാമ കീർത്തനത്തിലെ 10ാമത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്കൊരുപദേശം തരും ജനനം അറ്റീടു വന്നവന് നാരായണായ നമ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് മായാനിർമ്മിതമായ ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഉദയം ചെയ്തിരിക്കുന്ന ആ സത്യമായ പൊരുൾ. അതിനെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അത് നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ തേടണം. ആ ഗുരുവിൽ നിന്നും ഉപദേശം നമ്മൾ സ്വീകരിച്ച് ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ്? ജഡവസ്തുക്കളാൽ മറഞ്ഞിരിക്കുന്ന പൊരുളിനെ നമ്മൾക്ക് സാക്ഷാത്കരിക്കാൻ നിഷ്ഠയോടുകൂടിയ ഉപാസനയോടുകൂടിയ ഒരു ഗുരുവിൻ്റെ സാമീപ്യത്തോടു കൂടി മാത്രമേ നമുക്കത് അനുഭവവേദ്യമാക്കാൻ കഴിയൂ എന്നാണ്. അപ്പോൾ അന്ന് ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ആ ആൾക്ക് മനസ്സിലാവും താൻ ജനന മരണരഹിതമായ ഒരു സത്യമാണെന്ന്. അതോടുകൂടി എല്ലാം ഗുരുവിൽ നിന്ന് നേടുകയും ഗുരുവിനെ സാക്ഷാത്കരിച്ച ആ ബ്രഹ്മസാക്ഷാത്കാരം ആ ശിഷ്യൻ നേടുകയും ചെയ്യും. അന്ന് അവൻ മനസ്സിലാക്കും തനിക്ക് ജനനവും മരണവും ഇല്ല, നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ആചാര്യൻ ഇവിടെ പറയുന്നത്. തത്വഭേദങ്ങളൊക്കെ പറയുന്നെങ്കിലും ആചാര്യനെ സമീപിച്ച് നമ്മൾ ബ്രഹ്മനിഷ്ഠ നേടണമെന്ന് പറയുന്നതെങ്കിലും ഇവിടെ പ്രധാനമായി പറയുന്നത് കർമ്മവാസനയാണ്. നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന ആ ഗുണമുണ്ടല്ലോ, പുണ്യം പാപം എന്ന് പറയുന്ന ആ സമ്പ്രദായമുണ്ട്, അത് നമ്മൾ ആസ്വദിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കർമ്മം ചെയ്യണം എന്നുള്ള ഒരു വാസന വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കർമ്മത്തെ പെട്ടെന്നൊന്നും നമുക്ക് ബന്ധിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അതായത് അതിനൊരൊറ്റ നിയമമേ ഉള്ളൂ. ഭക്തിയുതമായ നമ്മളുടെ നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാനായിക്കൊണ്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് നമ്മളെ കർമ്മബന്ധം അവസാനിപ്പിക്കുന്നത് മാത്രമേ നടപ്പായ കാര്യമുള്ളൂ എന്നും കൂടി ഇവിടെ ആചാര്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കാവുന്നത് എന്താണ്? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നാമജപത്തിലൂടെ ശുദ്ധീകരിച്ച് ഈശ്വര സാക്ഷാത്കാരം ചെയ്യുന്നതിനുള്ള നടപടികളും ക്രമങ്ങളും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ ആ മായാതത്വങ്ങളെ മാറ്റി നമ്മുടെ നാമസങ്കീർത്തനത്തിലൂടെ, നമ്മുടെ ജപത്തിലൂടെ, നമ്മുടെ തപത്തിലൂടെ നമ്മൾ എത്തണം. എങ്ങനെ? ആ അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ സാക്ഷാൽ ഭഗവാൻ നമ്മുടെ കർമ്മത്തെ എന്ത് ചെയ്യുള്ളൂ? കർമ്മപാശത്തെ അറുത്തു തരത്തുള്ളൂ. ആ കർമ്മപാശം അറുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠയിലൂടെ എവിടെ എത്താൻ കഴിയുള്ളൂ? ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെല്ലാം എന്താണ്? ഓരോരുത്തരും അതായത് നമ്മുടെ ഈ ജീവിത രീതിയിൽ
നമ്മൾ ഓരോരുത്തരും എന്ത് വേണം? നാമജപം നമ്മുടെ ജീവവായു പോലെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ ചെയ്യുന്നുവെങ്കിലും എല്ലാവരും ഈ പദത്തിൽ എത്തിച്ചേരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. അതിനും ഭഗവാന്റേതായ ഒരു ഇച്ഛകളും കാര്യങ്ങളുമുണ്ട്. മുജ്ജന്മങ്ങളിൽ കിട്ടിയ മുൻഗണനാ പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ വന്ന് നിൽക്കുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് അതിനുള്ള അർഹത ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അർഹതയ്ക്ക് ഉള്ള ആളായി മാറണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അതാണ് ഈ ഹരിനാമ കീർത്തനത്തിന് ഇത്രയും പ്രസക്തി. ഹരിനാമം ജപിക്കുക എന്ന് വെച്ചാൽ സാക്ഷാൽ ഭഗവാൻ 24 മണിക്കൂർ ഹരി ഭജന് ബിന സുഖശാന്തി നഹി. അതായത് നമുക്ക് ഈശ്വരനെ ഭജിക്കാതെ ഒരു ആത്മാവിന് എന്ത് കിട്ടത്തില്ല? ഒരിക്കലും ശാന്തി കിട്ടത്തില്ല. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ആത്മീയതയും എന്തുവാണ്? ഭൗതികതയും. ഈ ആത്മീയതയും ഭൗതികതയും നമ്മൾ ആ തുട്ടിന് വാല്യൂ ഉണ്ടാവണമെങ്കിൽ ഒരുപോലെ വേണ്ടേ? നമ്മുടെ ആ നാണയത്തിന് വാല്യൂ വേണമെങ്കിൽ 2 സൈഡിലെയും വാല്യൂവിന് വിലയുണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമുക്ക് ചുറ്റുമുള്ളവരെയും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരിലും ഈ നമ്മുടേതായ ഈ സ്വഭാവങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക. അതിനാണ് ഈ പറയുന്ന സത്സംഗത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ. ഇപ്പോൾ കുട്ടികളിൽ കൂടുതൽ, കാരണം തലമുറ നന്നായി വരണമെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളെ കൊണ്ടാണ് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ വളരെ മോശമാണ്. അവരുടെ ടെക്നോളജിയിലാണ് അവർ വളരുന്നത്. അതുകൊണ്ട് അവർക്കത് വേണം, കൂടിയേ തീരു. പക്ഷേ എന്നാലും നമ്മൾ ഈ നാണയത്തിൻ്റെ 2 വശം എന്ന് പറയുന്ന പോലെ ഈ കുഞ്ഞുങ്ങളിൽ എന്ത് വേണം? നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിന് മുതിർന്നവർ അതിന് ഇതെടുക്കണം. അവർ കഥകളെന്ന് പറയുമ്പോൾ കഥകൾക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഭാഗവത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഭക്തി, നവവിധ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, പാദസേവനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ 9 നവവിധ ഭക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നമുക്ക് ഭക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയവർക്കാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയോ ഇഷ്ടം പ്രകാരം പോയി എന്ത് ചെയ്യാൻ പറ്റും? സത്സംഗങ്ങൾ കേൾക്കുകയോ എന്തിലൂടെ ഇപ്പം പല കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, നമ്മുടെ ഈ സനാതന തത്വത്തെ വളർത്തുന്നത്. അതുപോലെ ഈ കുഞ്ഞു കുട്ടികളിലാണ് നമ്മളിതിന് വളം കൊടുക്കേണ്ടത്. കാരണം അവർക്ക് ഈ കുട്ടിക്കഥകൾ പറഞ്ഞു കൊടുക്കുക. കുട്ടിക്കഥകൾ പറയുമ്പോൾ നമുക്ക് ഭഗവാന്റെ കഥകളോടൊപ്പം തന്നെ മറ്റ് അവതാരങ്ങളുണ്ടല്ലോ, ഗണപതി, മുരുകൻ, ഇങ്ങനെ കൊച്ചു കൊച്ചു കഥകളുണ്ട്. അവരുടെയൊക്കെ കഥകൾ നമുക്ക് കുട്ടികളിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കഥകൾ കേൾക്കാൻ കുട്ടികൾ ഭയങ്കര താല്പര്യമുള്ളവരാണ്. അത് നമുക്ക് അറിയാൻ പാടില്ലാത്തതുണ്ട്. നമ്മൾ തന്നെത്താനെ തന്നെ എന്തെങ്കിലും കഥകളുണ്ടാക്കി ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ അവർ കേട്ടുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ അതേപോലെ ഇങ്ങനെ നമ്മുടെ അച്ഛനമ്മമാർ കുട്ടികളെ, ഈ തലമുറയെ നമുക്ക് നാണയത്തിൻ്റെ 2 വശം എന്ന് പറയും പോലെ ആത്മീയതയും ഭൗതികതയും ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയും. അതിന് കുടുംബത്തിലിരിക്കുന്ന അച്ഛനമ്മയും തന്നെ വിചാരിക്കണം. കുറേ സമയങ്ങളിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നവർ കുട്ടികൾക്ക് മോട്ടിവേഷനൊക്കെ കൊടുക്കും. അപ്പോൾ ആ മോട്ടിവേഷൻ കുട്ടികൾക്ക് വേണം. അപ്പോൾ ഈ കഥ ശ്രവണം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമായാണ്. വെറുതെ കേട്ടാൽ പോലെ കേട്ടിട്ട് ഗ്രഹിക്കണം. കഥ കേട്ടിട്ട് കുട്ടികൾ ഗ്രഹിക്കും. അങ്ങനെ വെച്ചാൽ അവർക്ക് നല്ല ഗ്രാസിംഗ് പവറാണ്. ഈ 3 വയസ്സ് തൊട്ട് 5-6 വയസ്സ് വരെയൊക്കെ നല്ല ഗ്രാസിംഗ് പവറാണ് അവർക്ക്. വീട്ടിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലെ അവർ പുറത്ത് പോയി പറയും. കാരണം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല, അത്രയ്ക്കുള്ള പവർ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യണം? അവരെ മാറ്റിയെടുക്കണം. അവരെ എങ്ങനെ മാറ്റിയെടുക്കണം? അവർ നിൽക്കുന്നതിൽ തന്നെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യത്തിനെ കുറിച്ച് അവർക്ക് കൂടുതൽ അറിവുണ്ട്. അതിനാണ് ഇവിടെ ഭാഗവതത്തിൽ പറയുന്ന കഥ ശ്രവണം എന്ന് പറയുമ്പോൾ കഥകൾ കേൾക്കുക. ഈ കഥകൾ കുറേ കേട്ട് കഴിയുമ്പോൾ കുട്ടികൾ അധികം നമ്മളായിരുന്നാലും തന്നെ ആലോചിക്കും, അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ കഥയിൽ ഇൻട്രസ്റ്റ് വീഴുമ്പോഴാണ് പിന്നെ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൃഷ്ണൻ്റെ കുട്ടിക്കഥകളും പാട്ടുകളും പാടിയാണല്ലോ സ്കൂളുകളിൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അത് കുട്ടികൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രവണത്തിലൂടെ കുട്ടികൾക്ക് കൊടുക്കുക. അതിനുശേഷം ആ കുട്ടികൾക്ക് അത് ഓർമ്മയും കാര്യങ്ങളായി വരുമ്പോൾ പിന്നെ എന്താവും? നാമസങ്കീർത്തനം തുടങ്ങും. നാമസങ്കീർത്തനം ജപിക്കാൻ പഠിപ്പിക്കുക. എന്താണ്? നാരായണായ നമ. അത് ചെറിയ ചെറിയ കാര്യങ്ങളെ കുട്ടിയുടെ തലയിൽ കയറത്തുള്ള ആദ്യം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ചെറിയ ശ്ലോകങ്ങൾ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇങ്ങനെ ഓരോരോ ആഴ്ചകളിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരിൽ എന്തുണ്ടാവും? ഓർമ്മകളും ഉത്സാഹങ്ങളും ഒക്കെ അവർക്കുണ്ട്. അവർക്ക് ആദ്യമൊന്നും ഭക്തി ഇതൊന്നും വരില്ല.
അപ്പോൾ അവർക്ക് ആദ്യം കിട്ടേണ്ട കഥകളാണ്. കഥകളിലെ പാട്ടുകൾ കേൾപ്പിക്കുക, കൊച്ചു കൊച്ചു ഭജനകൾ പാടിപ്പിക്കുക, അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ഭജനയും കാര്യങ്ങളും എവിടെ ഉണ്ടെങ്കിലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടുന്നില്ലേ, നമുക്ക് മനസ്സമാധാനം കിട്ടുന്നില്ലേ എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പെട്ടെന്നൊരു അന്തരീക്ഷത്തിനെ ഉടനെ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ പ്രയത്നിച്ചാൽ മാത്രമേ കലികാല സമയത്തും ഓരോന്ന് നമുക്ക് നന്നായി നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടികളുടെ ആത്മവിശ്വാസമാണ് ഇല്ലാത്തത്. ആത്മവിശ്വാസം തന്നെയാണ് ഈശ്വരൻ. ആത്മ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ആത്മവിശ്വാസം, ആത്മാവിൽ ഈശ്വരനുണ്ട്. അത് ആ ഒരു വിശ്വാസം ആത്മാവിലൂടെ നമുക്ക് ഭജനത്തിലൂടെയും ജപത്തിലൂടെയൊക്കെ കുട്ടികളിൽ കൊണ്ടുവരുമ്പോൾ അവരിൽ ഓട്ടോമാറ്റിക്കലി അതുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയുന്നത് തത്വബോധം അറിയാൻ, ഈശ്വരൻ എന്നുള്ള ബോധം. ഈശ്വരന് പുറത്തല്ല അകത്തുണ്ട്. പക്ഷേ ഇത് കുട്ടിക്കാലത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. വലിയവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഉള്ളിൽ ഈശ്വരനുള്ളത് എവിടെ എന്ന് ചോദിക്കുന്നവരല്ലോ. പക്ഷേ അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അതൊക്കെ നല്ല കടുകട്ടിയുള്ള കാര്യങ്ങളാണ്. അതായത് അതിനൊക്കെ ഭയങ്കരമായ ധൈര്യമൊക്കെ വേണം. ധൈര്യം എങ്ങനെയുണ്ടാവും? ജപത്തിലൂടെ തന്നെ ഉണ്ട്. ഇതിനൊക്കെ ഭഗവാൻ തന്നെ വഴി തെളിക്കുന്നുണ്ട്. അത് ആ പാതയിലൂടെ പോകുന്നെങ്കിൽ മാത്രം. അല്ല നമ്മുടെ നിത്യജീവിതവും കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നാമജപത്തിന് കുട്ടികൾക്കും വീട്ടുകാരെല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുക. രണ്ട് നേരവും നാമജപം ഉണ്ടെന്നുള്ള ഒരു ടൈം ടേബിൾ വയ്ക്കുക. ആ നാമജപത്തിന് ഇപ്പോൾ നമ്മൾ ഡ്യൂറേഷൻ ഒന്നും വേണ്ട, കുറച്ച് ടൈം മതി. എന്തിനാണ്? ആ ടൈമിൽ കുട്ടികൾ അതിന് അറ്റൻഷൻ ആവുക. നമ്മൾ സ്കൂളിൽ പരേഡൊക്കെ നടന്നില്ല, അതേപോലെ അറ്റൻഷൻ കൊടുക്കുക. രാവിലെയും വൈകിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രധാന കാര്യമാണ് എന്ന് നിങ്ങളെ ടി വിയുടെ മുമ്പിലോ മൊബൈലോ കൊടുത്ത് വിടും. മൊബൈലിൽ കൊടുക്കണം, അവർക്ക് പഠിക്കാൻ അതൊക്കെ ആവശ്യമാണ്. എങ്കിൽ പോലും നമ്മൾ അതിനൊരു ചിട്ട വയ്ക്കാമെങ്കിൽ മാത്രം നമ്മുടെ കുട്ടികളെല്ലാം ജീവിത വിജയത്തോടെ കയറി വരാതെ നമുക്ക് തന്നെ ഒരു ആനന്ദം, ഒരു മനസ്സമാധാനം ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇതിലൂടെ ഈ തത്വവിചാരങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കാരണം സമൂഹത്തിലും കൊച്ചു കുട്ടികൾക്കും അറിവില്ലാത്തവർക്കും എന്നാൽ ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവർ അറിയുന്ന രീതി ആയിക്കോട്ടെ, അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെ ആവട്ടെ. അത് നമ്മൾ തന്നെ അതിനൊരു ഇതെടുക്കണം. എന്തുവാ? പ്രതിജ്ഞ. ഇതൊക്കെ പ്രതിജ്ഞയാണ്. നമ്മൾ പറയില്ലേ, ഇല്ല ഇന്ത്യക്കാർ എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെ കാണാൻ തോന്നണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ഈശ്വരലാഭം ഉണ്ടാവണം. ഈശ്വരലാഭം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മളിൽ ആത്മശുദ്ധി ഉണ്ടാവണം. അതിന് നമ്മളിൽ എന്ത് വേണം? നമുക്ക് ഈശ്വര ഭജനം വേണം. ഈശ്വര ഭജനം, ഈശ്വരനാമം, ഈശ്വര ജപം, നാമസങ്കീർത്തനം. ഈ നാമസങ്കീർത്തനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടി പറയാനുണ്ട്. ഈ നാമസങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എങ്ങോട്ടെങ്കിലും അറിയാതെ ശ്രദ്ധ മാറി വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചിന്തയിലോട്ട് വരും. അപ്പോൾ നേരെ മറിച്ച് നാമസങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പാടി അങ്ങ് കയറുമ്പോൾ ഈശ്വരനെ വാഴ്ത്തി നമ്മൾ മുകളിലോട്ട് എത്തുമ്പോൾ നമ്മൾ എന്താവുന്നു? ഇവിടെ മറക്കുന്നു. അതാണ് ധ്യാനം. നമ്മളിവിടെ മറക്കാൻ എടുക്കുന്ന സമയം എത്ര എടുക്കാൻ പറ്റും? അത് ധ്യാനമാണ്. അപ്പോൾ ആ ധ്യാനത്തിനെയാണ് നമ്മൾ ഭഗവാന്റെ ആ തത്വത്തിൽ പറയുന്നത് ശ്രവണം, നാമസങ്കീർത്തനം, സ്മരണം എന്ന് പറയുന്നത്. കേട്ട് പാട്ടുകളും കീർത്തനങ്ങളും കേൾക്കുക, കേട്ട് പഠിക്കുക, കേട്ട് പഠിച്ചിട്ട് പാടുക, എന്നിട്ട് അത് സ്മരിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കർമ്മങ്ങൾക്കൊന്നും ഒരു ഓട്ടവും വരില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കുറേയും കൂടി ഭംഗിയാവും. കാരണം നമ്മൾക്ക് ഒരു ഉണർവും ഒരു ഉഷാറൊക്കെ ഉണ്ടാവും. ആ ഉഷാറുണ്ടാവുന്ന സമയത്ത് എന്താവും? കാര്യങ്ങളൊക്കെ ഭംഗിയാവും. അങ്ങനെ നമുക്ക് ഈ നാണയത്തിൻ്റെ രണ്ട് വശമല്ലേ, രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയും. അത് മനസ്സിലാക്കിയവർ ജീവിത വിജയം നേടുന്നു. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ. ഇതാണ് നമുക്ക് ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഉടനെ തന്നെ നമുക്കൊരു ധ്യാനത്തിലോ നമുക്കൊരു ജപത്തിലോ കയറി എത്തത്തില്ല. അപ്പം നമ്മൾ ആദ്യം ഈ ചവിട്ടുപടികളായ ശ്രവണം, നമ്മുടെ നാമസങ്കീർത്തനം, പിന്നെ സ്മരണം, പിന്നെ പാദസേവനം. പാദസേവനം അറിയത്തില്ലേ? പാദസേവനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് സഹജീവികളോട് സ്നേഹത്തോടെ ആദരിക്കുക, അവരെ കാല് തൊട്ട് വന്നിച്ച് നമ്മൾ വയസ്സായവരെയും വൃദ്ധരായവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുക. വയസ്സിന് മൂത്തവരെ അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം. പിന്നെ പാദസേവനം, ബാക്കി അങ്ങോട്ട് ഓരോന്നും അടുത്ത് ഓരോ ഇതിൽ വരുമ്പോൾ ഞാനത് പറയാം. ഇതൊക്കെയാണ് നമുക്ക് കുട്ടികളെ നമുക്ക് നന്നാക്കിയെടുക്കണം. കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്. ആ കുട്ടികൾ നന്നായി വന്നാൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലും വിജയം ഉണ്ടാവുള്ളൂ. അവരുടെ നമ്മൾ പറയത്തില്ല ഡിപ്രഷൻ മനസ്സ്, കൊച്ചുകുട്ടിക്ക് പോലും ഉണ്ട് ഡിപ്രഷൻ. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ടെൻഷൻ അടിച്ച് നടക്കുന്നവരാണ് ഡിപ്രഷൻ അടിക്കുന്നത്. പക്ഷേ അല്ല, കുട്ടികൾക്ക് അവർക്ക് ഈ മനസ്സിന് ഈ ആത്മസുഖം കിട്ടുന്നില്ല.
മറ്റെല്ലാ സുഖങ്ങളും കിട്ടും. അപ്പോൾ ചോദിക്കുന്ന എല്ലാം കിട്ടുന്നു. അപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് കുറയുന്നു. അപ്പോൾ പിന്നെ ഇനി എന്തിനു ചോദിച്ചാലും കിട്ടും എന്നുള്ള അവസ്ഥയാണ്. പിന്നെ അവർ വേറെ എന്തിനോ ദാഹിക്കുകയാണ്. അത് ഈ ആത്മദാഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അവർക്ക് കൊടുത്തു തുടങ്ങിയാൽ അവർ നന്നായി നമ്മുടെ കുടുംബത്തിൽ നല്ല നല്ല വൃക്ഷങ്ങളായി വളർന്ന് പടർന്ന് പന്തലിച്ച് തണലും താങ്ങും ഭക്ഷണവും ഇതൊന്ന് എല്ലാം ആക്കി നമുക്ക് നല്ല 2 തലമുറകളായി 2 കുട്ടികളെ ഇപ്പോൾ ഉള്ളൂ, ഒന്നല്ലെങ്കിൽ 2. അപ്പോൾ അത് നാടിന് നന്നായി കുടുംബത്തിന് നന്നായി രീതിയിൽ എടുക്കണമെങ്കിൽ ഈ പറയുന്ന ആത്മവിശ്വാസം, ആത്മധൈര്യം, ആത്മസാക്ഷാത്കാരം ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിലെ ഇങ്ക് കൊടുക്കുന്നത് പോലെ കൊടുത്തു വരണം. അതിൻ്റെ സമയം അതിക്രമിച്ചു പോയി. ടെക്നോളജി വളർന്നോട്ടെ വളരാതിരുന്നോട്ടെ നമ്മളത് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം ഈ ടെക്നോളജിയിലും നമ്മൾ കുറച്ച് വ്യാപൃതരാകും. അവർക്കതിനു വേണ്ടി നമ്മുടെ കുട്ടികൾ ശരിയായി വരാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, നമ്മൾ ഭഗവാനോട് ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാം നമ്മുടെ ഈ മനസ്സങ്ങോട്ട് അർപ്പിച്ച് ചെയ്യുമ്പോൾ ഈ ആത്മാവ് പരമാത്മാവുമായിട്ട് കണക്ഷനായിക്കൊണ്ടിരിക്കുമ്പോൾ നാമജപത്തിലുണ്ടാവും. നമുക്ക് വേണ്ടുന്നതെല്ലാം അവിടെ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നിന്റെ കാര്യം നാമസങ്കീർത്തനവും നിന്റെ ബുദ്ധിയും ബോധവും നീ എന്നിൽ അർപ്പിക്കൂ, നിന്റെ യോഗവും ക്ഷേമവും ഞാൻ നടത്തും. ഇത് ഭഗവാൻ പറയുന്നൊരു നല്ല ഇതാണ്. അത് എല്ലാവർക്കും ഒരുപോലെ അത് അനുഭവവേദ്യമാകട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരും. നന്ദി, നമസ്കാരം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനന അറ്റിയിടുമെന്നവന് നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ.